എല്ലാവർക്കും നമസ്കാരം. ടോട്ടൽ ഫുട്ബോൾ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെ കുറച്ച് പ്രശ്നം കാണും. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് ഭാവിയിൽ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിനെ കുറിച്ചാണ്. പലർക്കും സംശയങ്ങൾ കാണും. എനിക്കും സംശയം ഉണ്ടായിരുന്നു ആദ്യം UCL ഡ്രോ ലൈവായിട്ട് കാണുമ്പോൾ ക്രിസ്ത്യാനോ ഒക്കെ വന്ന് ഒരു ബട്ടൺ ഒക്കെ പ്രസ് ചെയ്ത് ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്കും ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ്, എന്താണ് വ്യത്യാസം എന്നൊക്കെ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് എന്തായിരുന്നു എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പഴയ ചാമ്പ്യൻസ് ലീഗ് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് റീവൈൻഡ് ചെയ്യാം. പഴയ ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിൽ 32 ടീമുകളായിരുന്നു പങ്കെടുക്കുന്നുണ്ടായത്. 8 ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിലും നാല് നാല് ടീമുകളാണ്. അങ്ങനെ 8 ഗ്രൂപ്പിൽ 4 ടീം വന്നപ്പോൾ 32 ടീമുകൾ ടോട്ടൽ. അങ്ങനെയായിരുന്നു പഴയ ചാമ്പ്യൻസ് ലീഗ്. അത് ഗ്രൂപ്പ് ഫോർമാറ്റ് ആയിരുന്നു അതിന്റെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളൊക്കെ. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 4 ടീമുകളുണ്ടെങ്കിൽ ഓരോ ടീമും 6 മത്സരം കളിക്കും, ഹോം ആൻഡ് എവേ. അങ്ങനെ ഓരോ ടീമും 6 മത്സരം കളിച്ച് ആ 6 മത്സരങ്ങളിൽ ഓരോ ഗ്രൂപ്പിലും 1-2 സ്ഥാനത്ത് എത്തുന്ന ടീമുകൾ റൗണ്ട് ഓഫ് 16 പോകും. അങ്ങനെയായിരുന്നു പഴയ UCL ഫോർമാറ്റ്. ഈ റൗണ്ട് ഓഫ് 16 പിന്നെ നിങ്ങൾക്കറിയാം, ഹോം ആൻഡ് എവേ കളിക്കും. പിന്നെ അതിൽ ജയിക്കുന്നവർ ക്വാർട്ടർ ഫൈനൽ, അതിൽ ജയിക്കുന്നവർ സെമി ഫൈനൽ, പിന്നെ ഫൈനൽ. ഇതായിരുന്നു പഴയ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു ഫോർമാറ്റ്. 32 ടീമുകളിൽ 8 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിലും 4 ടീം. അങ്ങനെയായിരുന്നു പഴയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ്. ഇനി നമ്മൾ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ പുതിയ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കാണാൻ പറ്റും. അപ്പം പണ്ടത്തെ 32 ടീംസിൽ നിന്നും അത് കൂടി 36 ടീംസായി ഇപ്പം ഈ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൽ. ഈ 36 ടീംസ് ഗ്രൂപ്പ് ആയിട്ടല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരൊറ്റ ഒരു ലീഗ് ഫേസ് പോലെ. അത് ലീഗ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീമിയർ ലീഗ്, ലലീഗ എന്ന് പറയുന്ന പോലെ 36 ടീമുള്ള ഒരു വലിയൊരു പോയിന്റ് ടേബിളാണ് ലീഗ് ഫേസ് പോലെ. അപ്പം ഗ്രൂപ്പ് എന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ മാറ്റി വെക്കണം. ഇവിടെ ഇനി ഗ്രൂപ്പ് ഇല്ല. ഇതിന് 36 ടീമുകൾ നടക്കുന്ന ഒരു ലീഗ് എന്ന് ആദ്യം വിചാരിച്ചാൽ മതി. ഇതിൽ ഓരോ ടീമും 8 മത്സരങ്ങൾ വീതം കളിക്കും. ഈ 8 മത്സരങ്ങളിൽ 4 മത്സരം ഹോം ആയിരിക്കും, 4 മത്സരം എവേ ആയിരിക്കും. അപ്പോൾ ഒരു ടീം 8 മത്സരം കളിക്കുമ്പോൾ അത് അവരുടെ ഒപ്പോണൻസ് ഹോമിലാകാം, എവേ ആകാം. പണ്ടത്തെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലിവർപൂളും റയലും ഒരേ ഗ്രൂപ്പിൽ വന്നാൽ അവിടെ ലിവർപൂൾ റയൽ മാഡ്രിഡ് ഹോം മാച്ചും കാണും, എവേ മാച്ചും കാണും. ഈ പുതിയ ലീഗ് ഫേസിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ ഒരു ടീം, ഇപ്പൊ റയൽ മാഡ്രിഡ് ഇപ്പൊ ഈ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് ലിവർപൂളിലെ ആൻഫീൽഡിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു റിട്ടേൺ ലെഗ് നമുക്ക് കാണാൻ പറ്റില്ല. 36 ടീമുകളിൽ ഓരോ ടീമും 8 കളി വീതം കളിക്കും. ആ 8ഉം വേറെ വേറെ ഒപ്പോണൻസ് ആയിരിക്കും. ഈ 8 മാച്ചസിൽ 4 മാച്ച് ഹോമും 4 മാച്ച് എവിയും. പക്ഷെ ഒപ്പോണൻസ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ലീഗ് ഫേസ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ. അപ്പൊ എല്ലാ ടീമുകളും ഒരു 8 മത്സരം കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 മുതൽ 36 വരെ റാങ്കിങ് ഉണ്ടാവും. പോയിന്റ് ടേബിൾ, ലീഗ് ടേബിൾ ഉണ്ടാവും. ഈ ലീഗ് ടേബിളിൽ ടോപ്പ് 8 ടീംസ് ക്വാളിഫൈ ഡയറക്ട്ലി ടു ദ റൗണ്ട് ഓഫ് 16. അതായത് ഈ 1 മുതൽ 8 വരെയുള്ള ടീമുകൾ, ആ ടീമുകൾ റൗണ്ട് ഓഫ് 16ലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യും. പിന്നെയും ഒരു 8 വേക്കൻസി ഉണ്ട് റൗണ്ട് ഓഫ് 16ൽ. ആ 8 വേക്കൻസി എങ്ങനെ ഫിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ 9 മുതൽ 24 വരെ നമ്മുടെ ലീഗ് ടേബിളിൽ വന്ന ഒരു ടീമുകൾ ഒരു പ്ലേ ഓഫ് റൗണ്ട് പോലെ കളിക്കും. അതായത് 9ാം സ്ഥാനത്തെത്തിയ ടീം 24ാം സ്ഥാനത്തെത്തിയ ടീമുമായിട്ട് പ്ലേ ഓഫ് കളിക്കും. 10ാം സ്ഥാനത്തെത്തിയ ടീമും 23ാം സ്ഥാനത്തെത്തിയ ടീമുമായി പ്ലേ ഓഫ് കളിക്കും. ഇങ്ങനെ ഒരു ഹോം ആൻഡ് എവേ മാച്ച് അവർ പ്ലേ ഓഫ് കളിച്ച് അതിൽ ജയിക്കുന്ന 8 ടീമുകൾ, ആ 16, 9 മുതൽ 24 വരെ 16 ടീമുകളുണ്ട്. അതിൽ പ്ലേ ഓഫ് കളിച്ച് ജയിച്ച് കയറുന്ന 8 ടീമുകളായിരിക്കും നമ്മൾ ടോപ്പ് 8 നോക്കൗട്ട് ക്വാളിഫൈഡ് ആയ ടീമുമായിട്ട് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ റൗണ്ട് ഓഫ് 16ൽ 16 ടീമുകളായി. ഇനി
ബാക്കി നടക്കുന്ന ഫോർമാറ്റ് നമ്മുടെ പഴയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് പോലെ തന്നെയാണ്. റൗണ്ട് ഓഫ് 16 16 ടീമുകൾ ഏറ്റുമുട്ടും. അതിൽ ജയിക്കുന്നവർ ക്വാർട്ടർ ഫൈനലിലെത്തും. അതിൽ ജയിക്കുന്നവർ സെമി ഫൈനലിലെത്തും. അപ്പൊ അവിടെ വലിയൊരു കൺഫ്യൂഷൻ വരുന്നില്ല. കാരണം അത് പഴയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് പോലെയാണ്. ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ആ 36 ടീം അടങ്ങുന്ന ഒരു വലിയ ലീഗ് ഫേസ് ആണ്. ഇതിൽ ആദ്യത്തെ 1 മുതൽ 8 വരെ എത്തുന്ന ടീം ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യും. 9 മുതൽ 24 വരെ പൊസിഷനിൽ ലീഗ് ടേബിളിൽ എത്തുന്ന ടീംസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലേ ഓഫ് കളിക്കും, ഹോം ആൻഡ് അവേ മാച്ച്. അതിൽ ജയിക്കുന്ന 8 പേര് നമ്മുടെ റൗണ്ട് ഓഫ് 16 ടോപ്പ് 8 ടീംസുമായിട്ട് ഏറ്റുമുട്ടും. ഇങ്ങനെയാണ് പുതിയ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 25 മുതൽ ബാക്കി 36 വരെ ലീഗ് ടേബിളിൽ എത്തിയ ടീം ഔട്ടാവും. നമ്മുടെ കോമ്പറ്റീഷൻ ഔട്ടാവും. അവർക്കൊരു പ്ലേ ഓഫ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ്. ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ കൂടുതൽ മത്സരങ്ങൾ വന്നു. അപ്പൊ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൽ ഒരു ടീമിന് ഗ്രൂപ്പിൽ 6 മത്സരങ്ങളാണ് ഉള്ളതെങ്കിൽ ഇതിൽ ടോപ്പ് 8 വരുന്ന ടീമുകൾ തന്നെ 8 മത്സരങ്ങൾ കളിക്കണം. അതേപോലെ 9 മുതൽ 24 പൊസിഷനിൽ വന്ന ടീമുകൾ ഈ 8 മത്സരങ്ങൾക്ക് കൂടാതെ 2 മത്സരങ്ങൾ ഹോം ആൻഡ് അവേ പ്ലേ ഓഫ് മത്സരം കൂടി കളിച്ചാലാണ് റൗണ്ട് ഓഫ് 16 എത്തുന്നത്. അപ്പൊ മത്സരങ്ങൾ കൂടി പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൽ. ഇതാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഈ ഒരു ഫോർമാറ്റിലാണ് ഇന്ന് ആദ്യത്തെ മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ജുവന്റസിന്റെ മാച്ച് ഉണ്ട്, റയൽ സ്റ്റുഡ്ഗട്ട് മാച്ച് ഉണ്ട്. ഞാൻ ഒരു റയൽ മാഡ്രിഡ് ഫാനാണ്. റയലിന്റെ സ്റ്റുഡ്ഗട്ടിന്റെ മാച്ച് ഞാൻ ഇന്ന് കാണുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പുതിയ UCL ഫോർമാറ്റ്. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഇത് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ അതിന്റെ കുറച്ച് കുറ്റവും കുറവൊക്കെ ഉണ്ടാവും. ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഇതൊക്കെ പരിഹരിക്കുന്നു. ഭാവിയിലത്തെ കുറച്ച് വീഡിയോകളിലും നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. കുറച്ച് പേര് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു സീസണിലത്തെ കളി കണ്ടാൽ പിന്നെ നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവും എങ്ങനെയാണ് ഈ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് നടക്കുന്നതെന്ന്. ഒരു സീസൺ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഉറപ്പായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യത്തെ മത്സരങ്ങൾ തുടങ്ങിയാണ്. റയലിന്റെ മത്സരമുണ്ട്, യുവന്റസിന്റെ മത്സരമുണ്ട്. പിന്നെ ആരാ കളിക്കുന്നത് ഞാൻ നോക്കിയില്ല. റയലിന്റെ മത്സരം ഞാൻ കാണുമില്ല, പറ്റുമെങ്കിൽ യുവന്റസിന്റെ കാണും. അപ്പം ഇത്രയാണ് ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യത്തെ വീഡിയോ ആണ്, കുറച്ച് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. താങ്ക് യു.